പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓഫ് ക്യാമ്പസ് ചാനൽ 10th സ്റ്റാൻഡേർഡ് ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ നമ്മൾ 10th സ്റ്റാൻഡേർഡ് ജിയോഗ്രഫി 11 ചാപ്റ്റേഴ്സും സ്ലൈഡ് നോട്ട് ഉപയോഗിച്ച് നമ്മൾ വിശദമായി പഠിക്കുന്നതായിരിക്കും. ഒപ്പം എക്സാം ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉപയോഗിച്ച് ഈ തവണ SSLC എക്സാമിനേഷനിൽ ജിയോഗ്രഫി പാർട്ടിൽ 40-ൽ 40 മാർക്കും നമുക്ക് കരസ്ഥമാക്കേണ്ടതായുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്ററിലെ ആദ്യ പകുതിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓഫ് ക്യാമ്പസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്നാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ മുൻ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്താണ് ഭൂമിക്ക് 2 തരത്തിലുള്ള ചലനങ്ങളുണ്ട്. അതൊന്ന് ഭ്രമണമാണ്, മറ്റൊന്ന് പരിക്രമണമാണ്. അതിൽ ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി സ്വയം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുക. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 24 മണിക്കൂറാണ്. ഭ്രമണഫലമായാണ് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ മറ്റൊരു തരം ചലനമാണ് പരിക്രമണം. ഈ പരിക്രമണമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു ഘടകം. മറ്റ് 2 ഘടകങ്ങളാണ് അച്ചുതണ്ടിൻ്റെ ചരിവും അച്ചുതണ്ടിൻ്റെ സമാന്തരതയും. അപ്പോൾ എന്താണ് പരിക്രമണം, എന്താണ് അച്ചുതണ്ടിൻ്റെ ചരിവ്, എന്താണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് നമ്മൾ ആദ്യ പാഠത്തിൽ പഠിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഭൂമിയുടെ 2ാമത്തെ ചലനമായിട്ടുള്ള പരിക്രമണം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിന് പരിക്രമണം എന്ന് പറയുന്നു. ഭൂമിക്ക് സൂര്യനെ വലം വയ്ക്കുന്നതിന് വേണ്ട കാലയളവ് 365 ദിവസമാണ്. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ആവശ്യ സമയം 1 വർഷമാണ്, അതായത് 365 ദിവസമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്ക് എന്താണ് അതിവർഷം എന്നാണ്. ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിലെ കാൽ ദിവസങ്ങൾ കൂടി ചേർന്ന് 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ 1 ദിവസം കൂടി വരുന്നതാണ് അതിവർഷം. അഥവാ ആ വർഷത്തിൽ 366 ദിവസങ്ങളുണ്ടായിരിക്കും. 2024, അതായത് ഈ വർഷം അതിവർഷമായിരുന്നു. അടുത്ത അതിവർഷം വരുന്നത് 2024 ഇത് കുറച്ചുകൂടി ലളിതമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 365 കാൽ ദിവസമാണ്. ഇതിൽ കാൽ ദിവസത്തെ, അതായത് 6 മണിക്കൂർ നമ്മൾ സിസ്റ്റം വയ്ക്കുന്നു. തുടർച്ചയായി വരുന്ന 4ാമത്തെ വർഷത്തെ ഫെബ്രുവരി 28 കൂട്ടിച്ചേർത്ത് 29 ദിവസമുള്ള ഒരു മാസമാക്കി മാറ്റിവെക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിവർഷം എന്ന് പറയുന്നത്. ആ വർഷം 366 ദിവസങ്ങളുണ്ടായിരിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അച്ചുതണ്ടിൻ്റെ ചരിവെന്നാണ്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് പരിക്രമണമാണ് കാരണം, 2ാമത്തെ കാരണമാണ് അച്ചുതണ്ടിൻ്റെ ചരിവ്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ പഥത്തിൽ 66 ഡിഗ്രി ചരിഞ്ഞും ലംബതലത്തിൽ 23 ഡിഗ്രി ചരിഞ്ഞുമിരിക്കുന്നതിനെയാണ് നമ്മൾ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ട് പരിക്രമണതലത്തിൽ നിന്ന് 66 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു, അഥവാ പരിക്രമണതലത്തിൻ്റെ ലംബത്തിൽ നിന്ന് 23 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു. ഇതാണ് അച്ചുതണ്ടിൻ്റെ ചരിവ്. ഇനി അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് സൂര്യോച്ചവും സൂര്യസമീപവുമാണ്. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനവും ഏറ്റവും അകന്നു പോകുന്ന ദിനവും ഉണ്ട്. അപ്പം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ദിവസങ്ങളെ യഥാക്രമം സൂര്യസമീപകം, സൂര്യോച്ചം എന്നാണ് വിളിക്കാറ്. അപ്പോൾ സൂര്യനെ ഏറ്റവും അടുത്തുകൂടി ഭൂമി കടന്നു പോകുന്ന ദിവസം ജനുവരി 3 ഈ ദിവസത്തെ നമ്മൾ സൂര്യസമീപകം എന്ന് വിളിക്കും. വർഷത്തിൽ ഭൂമി സൂര്യൻ്റെ ഏറ്റവും അകന്ന് പരിക്രമണം ചെയ്യുന്നൊരു ഘട്ടമുണ്ട്. അത് ജൂലൈ 4. അതിനെ നമ്മൾ സൂര്യോച്ചം എന്നുമാണ് വിളിക്കാറ്.
ഇനി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഭൂമി ഋതുഭേദങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള മൂന്നാമത്തെ ഘടകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. ഒന്നാമത്തെ ഘടകം പരിക്രമണമാണ്, രണ്ടാമത്തത് അച്ചുതണ്ടിൻ്റെ ചരിവാണ്. ഋതുവ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണമാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത. അച്ചുതണ്ടിൻ്റെ സമാന്തരത പരിക്രമണവേളയിൽ ഉടനീളം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് നിലനിർത്തുന്നതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സൂര്യന് ചുറ്റുമുള്ള പരിക്രമണവേളയിൽ എല്ലായിടത്തും അച്ചുതണ്ട് ഒരേ ദിശയിലായിരിക്കും. ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഋതുഭേദങ്ങളുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഇപ്പം പഠിച്ചത്. അഥവാ ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള 3 ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിലൊന്ന് പരിക്രമണമാണ്, രണ്ടാമത്തത് അച്ചുതണ്ടിൻ്റെ ചരിവാണ്, മൂന്നാമത്തത് അച്ചുതണ്ടിൻ്റെ സമാന്തരതയാണ്. ഇതിൽ നിന്ന് 2 മാർക്ക് 3 മാർക്ക് ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ താപീയ മേഖലകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം ഭൂമിയിലെ എല്ലായിടത്തും താപം ഒരുപോലെയല്ലല്ലോ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മളിൽ പരിശോധിക്കേണ്ടത് 0 ഡിഗ്രി അക്ഷാംശമാണ്. 0 ഡിഗ്രി അക്ഷാംശമാണ് ഉഷ്ണമേഖലയാണ്. ഈ ഉഷ്ണമേഖല അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ്. അതടുത്ത ചാപ്റ്ററിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുന്നത് ഈ 0 ഡിഗ്രി അക്ഷാംശത്തിലാണ്. 30 ഡിഗ്രി അക്ഷാംശത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ശരിക്കത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 0 ഡിഗ്രിയുടെ അത്ര തന്നെ ചൂടുണ്ടാവില്ല. പക്ഷേ 30 ഡിഗ്രി അക്ഷാംശം വടക്കും തെക്കുമായിട്ട് ഈ അക്ഷാംശം താപമുള്ള മേഖല തന്നെയാണ്. അപ്പോൾ ഈ മേഖല അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന പേരിലാണ്. പിന്നെ 60 ഡിഗ്രി അക്ഷാംശത്തിലേക്ക് പോകുന്ന സമയത്ത് അത് ശൈത്യമേഖലയാണ്. ശൈത്യമേഖല 2ആയി തിരിക്കുന്നുണ്ട്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്നും ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നുമാണ് 2ആയിട്ട് തിരിക്കുന്നത്. അതിൻ്റെ വിശദമായ പഠനങ്ങൾ നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാനുണ്ട്. ഇപ്പം ജസ്റ്റ് അത് താപീയ മേഖലകൾ നിങ്ങളൊന്ന് പരിചയപ്പെട്ട് വെക്കുക. ഈ സൂര്യൻ്റെ അയനവും ഋതുഭേദങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സൂര്യൻ്റെ അയനം ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നു. അതായത് ഭൂമിയിൽ സൂര്യപ്രകാശം എല്ലാ സമയത്തും എല്ലായിടത്തും ഒരുപോലെയല്ല പതിക്കുന്നത്. വർഷത്തിൽ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമായിരിക്കും സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുക. അപ്പോൾ നിങ്ങളോട് എന്താണ് സൂര്യൻ്റെ അയനമെന്ന് ചിലപ്പം 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ പറയേണ്ടത് നമ്മൾ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണവേളയിൽ ഉടനീളം നിലനിർത്തുന്നതിനാൽ ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യൻ്റെ സ്ഥാനത്തിൽ മാറ്റമുണ്ടാകുന്നു. അത് ഉത്തരായനരേഖയ്ക്കും ദക്ഷിണായനരേഖയ്ക്കും ഇടയിൽ സൂര്യന് ആപേക്ഷികമായ സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. സൂര്യൻ്റെ ആപേക്ഷിക ചലനവും ഋതുക്കളും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു പട്ടിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ പട്ടിക നമുക്ക് ഫില്ല് ചെയ്യാം. സൂര്യൻ്റെ ആപേക്ഷിക ചലനവും ഋതുക്കളും തമ്മിലുള്ള ഈ പട്ടിക ഫില്ല് ചെയ്ത സ്ലൈഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ്റെ ആപേക്ഷിക ചലനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരാരേഖയിലേക്കാണ്. ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ്റെ ആപേക്ഷിക ചലനം ഉത്തരാരേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് സംഭവിക്കുന്നത്. ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യൻ്റെ ആപേക്ഷിക ചലനം ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണാരേഖയിലേക്കാണ്. ഈ അവസരത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ സൂര്യൻ്റെ ആപേക്ഷിക ചലനം ദക്ഷിണാരേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ്. ഇതേസമയം ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവുമായിരിക്കും. ഈ ഒരു പട്ടിക നിരന്തരമായിട്ട് എല്ലാ ക്വാർട്ടർലി എക്സാമിനേഷനും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൃത്യമായിട്ടത് ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഈ പട്ടിക പൂർത്തിയാക്കി പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ
ഒരു പരിക്രമണ കാലഘട്ടത്തിൽ സൂര്യൻ്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഭൂമിയിൽ സംഭവിക്കുന്നുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീഷ്മ അയനാന്തത്തെക്കുറിച്ചാണ്. മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്യുന്ന സൂര്യൻ ജൂൺ 21 ഉത്തരാരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ജൂൺ 21 നമ്മൾ പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള 3 മാസ കാലയളവിൽ സൂര്യൻ്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരാരേഖയിലേക്കാണ്. ഈ ദിവസം നമ്മൾ അറിയപ്പെടുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്. ഗ്രീഷ്മ അയനാന്തത്തെ ദിനത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലുണ്ടാവും. ദക്ഷിണാർദ്ധഗോളത്തിലോ ഏറ്റവും ഹ്രസ്വമായ ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രീഷ്മായനാന്ത ദിനത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രി പകലുകളുടെ പ്രത്യേകത ഇവിടെ പറയുന്നു. രാത്രിയുടെ ദൈർഘ്യം കൂടുതലായിരിക്കും, പകലിൻ്റെ ദൈർഘ്യം കുറവുമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടും, രാത്രിയുടെ ദൈർഘ്യം കുറയും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ശൈത്യ അയനാന്ത ദിനമാണ്. സെപ്റ്റംബർ 23 മുതൽ സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടയനം ചെയ്ത് ഡിസംബർ 22 ദക്ഷിണാരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിവസത്തെ നമ്മൾ ശൈത്യ അയനാന്ത ദിനം എന്നാണ് വിളിക്കുക. സെപ്റ്റംബർ 23 ഈ ശൈത്യ അയനാന്ത ദിനം സംഭവിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രീഷ്മ അയനാന്ത ദിനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക. ഈ ദിവസത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലായിരിക്കും, ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമായിരിക്കും. അതേസമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയും ദൈർഘ്യം കുറഞ്ഞ പകലുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ദക്ഷിണാർദ്ധഗോളത്തിൽ ഡിസംബർ 22 രാത്രിയുടെ ദൈർഘ്യം കുറവായിരിക്കും, പകലിൻ്റെ ദൈർഘ്യം കൂടുതലുമായിരിക്കും. ഈ ദിവസമാണ് ശൈത്യ അയനാന്ത ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അയനാന്ത ദിനം എന്ന് പറയുന്നത് രാത്രി പകലുകൾ തമ്മിലുള്ള ദൈർഘ്യം വ്യത്യസ്തമായിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ അയനാന്ത് എന്ന് പറയുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങൾ സൂര്യൻ ലംബമായി പതിക്കുന്നത് ഭൂമധ്യരേഖയിലാണ്. ഈ ഭൂമധ്യരേഖയിൽ പതിക്കുന്ന ദിവസങ്ങളെയാണ് നമ്മൾ വിഷുവങ്ങൾ എന്ന് പറയുക. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ വിഷുവങ്ങൾ എന്ന് പറയുക. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിലാണ് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നത്. ഈ ദിനത്തിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ദിവസങ്ങളെ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഋതുവ്യത്യാസങ്ങൾ കാരണമാവുന്ന ഘടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഏതൊക്കെയാണ് ഋതുക്കൾ? അതിലേറ്റവും ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് വസന്തകാലത്തെക്കുറിച്ചാണ്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരാരേഖയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുക. ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് വസന്തം. ഇനി എന്തൊക്കെയാണ് വസന്തകാലത്തിൻ്റെ സവിശേഷതകൾ? ചെടികൾ തളിർക്കുന്നു, പുഷ്പിക്കുന്നു, മാവ് പൂക്കുന്നു, പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുന്ന സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹേമന്തകാലമായിരിക്കും. അടുത്തതായി ഗ്രീഷ്മകാലം. ജൂൺ 21 സൂര്യൻ ഉത്തരായനരേഖയിൽ നിന്ന് തെക്കോട്ടയനം ചെയ്ത് സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിലെത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം, ഗ്രീഷ്മകാലം അനുഭവപ്പെടുന്നത്. വേനൽക്കാലത്തിൻ്റെ മറ്റൊരു പേരാണ് ഗ്രീഷ്മകാലം. വേനൽക്കാലത്ത് പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അന്തരീക്ഷ താപം വർദ്ധിക്കുന്നു, ജലാശയങ്ങൾ വറ്റുന്നു, വരൾച്ച അനുഭവപ്പെടുന്നു, ജലക്ഷാമം അനുഭവപ്പെടുന്നു. ഇതെല്ലാമാണ് ഗ്രീഷ്മകാലത്തിൻ്റെ പൊതുവെയുള്ള സവിശേഷതകൾ. ഹേമന്തകാലത്തെക്കുറിച്ചാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണാരേഖയിലേക്ക് അയനം ചെയ്യുന്ന കാലമാണിത്. വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന്
ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഹേമന്തം. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടി വരികയും ചെയ്യുന്നത് ഈ ഹേമന്തകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. വരാനിരിക്കുന്ന ശൈത്യകാലത്തിൻ്റെ അതിജീവിക്കാൻ മരങ്ങൾ ഇലപൊഴിക്കുന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. കാരണം ഇലകളിലൂടെയാണ് സസ്യങ്ങൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുക കൂടുതലായിട്ടും. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ശൈത്യകാലത്തെ വരണ്ട കാലാവസ്ഥ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് മരങ്ങൾ ഇത്തരത്തിൽ ഇലപൊഴിക്കുന്നത്. ശൈത്യകാലം സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിക്കുന്ന കാലത്തിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുക. സവിശേഷം എന്തൊക്കെയാണ്? സ്വാഭാവികമായും നമുക്കറിയാം, തണുപ്പ് വർദ്ധിക്കും, മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. ഇതെല്ലാം ശൈത്യകാലത്തിൻ്റെ പൊതുവെയുള്ള സവിശേഷതകളാണ്. അടുത്തതായിട്ട് ക്വാർട്ടറിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു ചോദ്യമാണ് ഉത്തരായനവും ദക്ഷിണായനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉത്തരായനം? ശൈത്യായനാന്തത്തെ തുടർന്ന്, അതായത് ഡിസംബർ 22 ശേഷം സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് യാത്ര ചെയ്യുന്നു. ഇത് ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയാണ്. 6 മാസക്കാലമാണ്. ഇതിനെയാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉത്തരായനം എന്നാൽ ശൈത്യായനാന്തത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് യാത്ര ചെയ്യുന്നതിനെയാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത്. അത് ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയാണ്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദക്ഷിണായനോ? ഗ്രീഷ്മായനാന്തത്തെ തുടർന്ന്, അതായത് ജൂൺ 21 മുതൽ സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് അയനം ചെയ്യുന്നു. അത് ജൂൺ 21 മുതൽ ഡിസംബർ 22 വരെയാണ്. എന്താണ് ദക്ഷിണായനം? ഗ്രീഷ്മായനാന്തത്തെ തുടർന്ന് സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് അയനം ചെയ്യുന്നവനെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ദക്ഷിണായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിലെ പകലുകൾക്ക് ദൈർഘ്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഭൂമിയുടെ ഭ്രമണവും സമയനിർണ്ണയവും എന്ന ഈ ചാപ്റ്ററിലെ 2ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.